മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ ഇന്ന് വിധി. കെഎസ്ആർടിസി ബസ് തടഞ്ഞതിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജിയും കോടതിയിൽ. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കെ സുധാകരന്റെ തിരിച്ചുവരവിൽ അനിശ്ചിതത്വം തുടരുന്നു. അധികാര കൈമാറ്റം ഫലപ്രഖ്യാപനത്തിന് ശേഷമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. എം ഹസൻ സ്ഥാനം കൈമാറണമെന്ന് സുധാകര പക്ഷം. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതോടെ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന കുടുംബം പെരുവഴിയിൽ. ഞാൻ എവിടേക്ക് പോവും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ഒരു റൂമെങ്കിലും കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഉറങ്ങാൻ. വീട്ടു സാധനങ്ങളും സർട്ടിഫിക്കറ്റുകളും വീട്ടുടമ നൽകിയില്ലെന്നും ആക്ഷേപം. 11 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ 94-കാരൻ അറസ്റ്റിൽ. പിടിയിലായത് തൃശൂർ പുന്നയൂർക്കുളം സ്വദേശി കുട്ടൻ. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മുല്ലപ്പൂ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്. വീണ്ടും സമാധാനം നഷ്ടപ്പെട്ട പശ്ചിമേഷ്യ. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ 3 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു. പ്രത്യാക്രമണത്തിൽ 21 പലസ്തീനികൾക്ക് ദാരുണാന്ത്യം. സൈനിക നടപടി നിർത്തണമെന്ന ഹമാസിന്റെ ആവശ്യം തള്ളി നെതന്യാഹു. IPL ലക്നൌ സൂപ്പർ ജയൻസിനെ തകർത്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ജയം 98 റൺസിന്. കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 1-ാമത്.